കേരളത്തിന്റെ വികസനത്തിനൊപ്പമാണ് കേന്ദ്രം എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. തിരുവനന്തപുരത്ത് വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി 4 പുതിയ ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിന്റെ ബാക്കിയുള്ള ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. രാവിലെ 10 മണിയോടെ തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിച്ചു. പിന്നാലെ റോഡ് ഷോയായി പുത്തരിക്കണ്ടം വേദിയിലേക്ക്. വേദിയിൽ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് ട്രെയിനുകളും ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ദക്ഷിണേന്ത്യയിലുടനീളമുള്ള കണക്ടിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ 4 ട്രെയിൻ സർവീസുകളാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തത്. കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധമെന്ന പ്രധാനമന്ത്രി. സുഹൃത്തുക്കളെ എന്ന് മലയാളത്തിൽ പലതവണ പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. सुहृतगढ़े विकसित भारत बनाने के लिए आज पूरा देश एकजुट होकर प्रयास कर रहा है. विकसित भारत के निर्माण में हमारे शहरों की बहुत बड़ी भूमिका है. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് നന്ദി പറഞ്ഞു. കേരളത്തിന്റെ മറ്റ് ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് മുഖ്യമന്ത്രി. This is a cherished moment of satisfaction to the state government, as we have been consistently seeking the union government's green signal for many of these projects. I take this opportunity to express our sincere gratitude to the Honorable Prime Minister for having cleared these projects. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.